മോദിജി, താങ്കൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ താങ്കൾ ഒരാൾക്ക് ഈ രാജ്യത്തെ മാറ്റാൻ കഴിയുമോ? അതായത് ഞാൻ അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇക്കാര്യത്തിൽ ഒരു വിവാദങ്ങളുമില്ല. ഞാൻ അധ്വാനിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഈ രാജ്യത്തെ 125 കോടി ജനങ്ങൾ എന്നെ എന്തിനാണ് ഈ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത്? എനിക്ക് ജാതിയില്ല, എനിക്ക് വലിയ പാരമ്പര്യമൊന്നുമില്ല. എന്റെ അച്ഛൻ പ്രശസ്തനാണ്, അപ്പൂപ്പൻ പ്രശസ്തനാണ്, അങ്ങനെ അവകാശപ്പെടാനൊന്നും തന്നെയില്ല. എന്റെ കയ്യിലുള്ള മൂലധനം ഒന്നേ ഉള്ളൂ: കഠിന പ്രയത്നം. എന്റെ കയ്യിലുള്ള മൂലധനം വിശ്വാസമാണ്. എനിക്കുള്ള സ്വത്തെന്ന് പറയുന്നത് ഈ രാജ്യത്ത് 125 കോടി ജനങ്ങളുടെ സ്നേഹമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് അത് നിലനിർത്തണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ഞാൻ നമ്മുടെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തി മാത്രമാണ്. ഒരു സാധാരണ മനുഷ്യനുള്ള എല്ലാ കുറവുകളും എനിക്കുമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സാധാരണക്കാരന് 14 മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയും. ദയവായി എന്നെ ആരും വ്യത്യസ്തനായി കാണേണ്ട. നിങ്ങളേവരും നിങ്ങളിലൊരുത്തനായി കാണുക. അതാണ് വാസ്തവം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. എന്നെ വേർതിരിച്ച് കാണരുത്. ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥി തന്നെയാണ്. എന്റെ അധ്യാപകരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്റെ ചെറുപ്പകാലത്ത് അവർ കാണിച്ചു തന്ന വഴിയാണിത്. എന്റെ ഉള്ളിലുള്ള വിദ്യാർത്ഥിയെ അവർ മരിക്കാൻ അനുവദിച്ചില്ല. എനിക്ക് തന്ന ഉത്തരവാദിത്തങ്ങളിലൂടെ അത് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. തെറ്റുകൾ സംഭവിക്കുകയില്ല എന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞിരുന്നു. എനിക്ക് വലിയ അനുഭവ സമ്പത്തില്ല. ഞാനും തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തിരുന്നു. അതായത് ഞാൻ തെറ്റുകൾ ചെയ്തെന്നിരിക്കാം, പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള ഉറപ്പ്. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ എന്ന പേരിൽ ഗുജറാത്തിൽ സേവനമനുഷ്ഠിച്ചത്. ഇപ്പോൾ 4 വർഷമായി പ്രധാനമന്ത്രിയായിട്ട് പ്രധാന സേവകനായി സേവനമനുഷ്ഠിക്കുന്നു. എന്നാൽ തെറ്റായ രീതിയിൽ ഒരു കാര്യവും ചെയ്യില്ലെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ നാടിനെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതിശക്തമായ ഒരു വിശ്വാസമുണ്ട്. എന്റെ രാജ്യത്ത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് 125 കോടി പരിഹാരങ്ങളുമുണ്ട്. അതായത് മില്യൺ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ബില്യൺ പ്രതിവിധികളുമുണ്ട്. ഈ 125 കോടി ജനങ്ങളുടെ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ഈ നോട്ട് നിരോധനമാക്കെങ്കിലും സങ്കല്പിക്കാനാകുമോ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ TV കാണുമ്പോൾ, ഈ നോട്ട് നിരോധന സമയത്ത് ഞാൻ അർജന്റീന പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോദിജി, എന്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു അത്രേ,
എന്റെ സുഹൃത്തിന്റെ കഥ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. എന്റെ സുഹൃത്തെ, നീ നോട്ട് നിരോധനം നടത്തിയില്ലേ? അതായത് ആ സമയത്താണ് ഞാൻ അവിടെ സന്ദർശിച്ചത്. അയൽ രാജ്യങ്ങളിലൊക്കെ അറിയാമായിരുന്നു അത്. അപ്പൊ പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും പറഞ്ഞു എന്റെ സുഹൃത്തിന്റെ കഥ കഴിഞ്ഞെന്ന്. 86% കറൻസി വ്യവസായത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. TV സ്ക്രീൻ മുഴുവനും സർക്കാരിനെതിരായ പ്രചരണങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ. പക്ഷെ എനിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. ഈ രാജ്യം, എന്റെ രാജ്യം സത്യസന്ധതയ്ക്ക് വേണ്ടി പോരാടുന്നതാണ്. എന്റെ രാജ്യത്തെ ഒരു സാധാരണക്കാരൻ സത്യസന്ധതയ്ക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണ്. ഇതാണ് എന്റെ രാജ്യത്തിന്റെ ശക്തിയെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വേണം മുന്നോട്ടു കാര്യങ്ങൾ നയിക്കുവാനായിട്ട്. അതിന്റെ ഫലമായിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പരിണാമങ്ങളെല്ലാം. മോദി ഒരു നിമിത്തം മാത്രം. ആക്ച്വലി മോദി ഒരു ആവശ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ആരെയെങ്കിലും കല്ലെടുത്തെറിയണമെങ്കിൽ ആരെ എറിയും? പറയൂ. എവിടെയെങ്കിലും ചവറിടണമെങ്കിൽ അത് എവിടെയാണ് നിക്ഷേപിക്കുക? ആരെയെങ്കിലും ശകാരിക്കണമെങ്കിൽ ആരെ ശകാരിക്കും? ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് കരുതുന്നു. രാജ്യത്തെ 125 കോടി ജനങ്ങൾ ആരും തന്നെ കല്ലെറിയുന്നില്ല, ചവറുകൾ വലിച്ചെറിയുന്നില്ല, ആരും തന്നെ ശകാരിക്കുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്, എല്ലാം സഹിക്കുന്നു, ഇനിയും സഹിക്കാൻ തയ്യാറാണ്. പിന്നെ ഞാൻ നിങ്ങളെപ്പോലെ ഒരു കവിയൊന്നുമല്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുമല്ലോ. എന്താ, നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നവരല്ലേ? പക്ഷെ അതുകൊണ്ട് കവികളാകാൻ പറ്റില്ലല്ലോ. അത് പ്രസൂണിന് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഞാനൊരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എന്റെ ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് കുത്തിക്കുറിച്ചു എന്ന് മാത്രം. അത് സ്വാഭാവികം. അല്ലാതെ അത് കവിതയായി വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എഴുതിയതാ. ആരെങ്കിലും എനിക്ക് കവിതയുടെ മുഴുവൻ വരികളും ഓർമ്മയില്ല. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പുസ്തകം വാങ്ങി വായിക്കാം. ഞാൻ അതിൽ എഴുതിയിരുന്നു, ആരെല്ലാം എന്റെ നേർക്ക് കല്ലെറിയുന്നുവോ ഞാൻ ആ കല്ലുകൾ കൊണ്ട് തന്നെ ഒരു പടിക്കെട്ട് തീർക്കാമെന്ന്, ആ പടിക്കെട്ടുകളിലൂടെ കയറി മുന്നോട്ട് പോകാമെന്ന്. അതുകൊണ്ട് എന്റെ കോൺസെപ്റ്റാണ് ടീം ഇന്ത്യ. വെറും സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ബ്യൂറോക്രസി ഉണ്ട്, രാജ്യത്ത് ഗവൺമെന്റ് ഉണ്ട്, ഫെഡറൽ സ്ട്രക്ചറിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് ഞാൻ കോമ്പറ്റിറ്റീവ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ 115 ജില്ലകളെ ഈ ആവശ്യത്തിലേക്കായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്ക് പ്രേരണ നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റിന്റെ ലെവൽ വരെ വരൂ, അതുവരെ വരൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരത് ചെയ്യുന്നുമുണ്ട്. അതിന്റെ ഫലം തന്നെയാണ് ടോയ്ലറ്റ് കെട്ടണമെന്ന് വിചാരിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി പോസ്റ്റ് ഇടാൻ എന്താ ഈ മോദിയാണോ പോയത്? പോസ്റ്റ് ഇടാൻ എന്റെ രാജ്യത്തെ ജനങ്ങളാണ് പോയത്. വൈദ്യുതി കൊണ്ടുവന്നത് എന്റെ നാട്ടിലെ ജനങ്ങളാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം ഏതിനെ ഞാൻ ഒരു മന്ത്രം പോലെ ജീവിതത്തിൽ സ്വീകരിച്ചുവോ, സ്വാതന്ത്ര്യലബ്ധിക്ക് ഭ്രാന്തന്മാരുണ്ടായിരുന്നു, മരിച്ചവരും ഒരുപാടുണ്ടായിരുന്നു. ആ ത്യാഗങ്ങൾ ഒന്നും തന്നെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവരുടെ വീരചരമവും മഹത്തരമാണ്. പക്ഷേ ഗാന്ധിജി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനമുന്നേറ്റം ഉപയോഗിച്ചു, ഞാൻ പുരോഗമനത്തിനു വേണ്ടി ജനമുന്നേറ്റം ഉപയോഗിക്കുന്നു. മോദി ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മോദി ഒന്നും തന്നെ ചെയ്യാനും പാടില്ല. ജനങ്ങൾ എല്ലാ കാര്യവും ചെയ്യട്ടെ. ഈ മോദിയിൽ, അതായത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്ത് എന്റെ രാജ്യം ഇങ്ങനെയാണ്, സർക്കാർ കാര്യങ്ങളെ തടസ്സപ്പെടുത്താൻ പാടില്ല. എന്നിരുന്നാലും രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളിൽ അടിസ്ഥാന വിശ്വാസമുള്ള ആളാണ് ഞാൻ.